الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ചില നാളുകളാണ് സമാഗതമായിരിക്കുന്നത്. പരിശുദ്ധ റമളാനിന്റെ സുഗമമായ സന്ദർഭം നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹമാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൽ തന്നെ റമളാനിന്റെ വരവിനെ സ്വാഗതം ചെയ്യുകയും അല്ലാഹുവേ, ശഅബാനിൽ ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചൊരിയുകയും റമളാനിനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. മാത്രമല്ല, സഹാബ കിറാമിനെ ഒരുമിച്ചുകൂട്ടി വരാനിരിക്കുന്ന മാസത്തിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ച്, അതിൽ ഓരോ സത്യവിശ്വാസിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച്, അങ്ങനെ തന്നെ സംബന്ധിച്ചിടത്തോളം റമളാൻ ഒരു മഹാഭാഗ്യമായി തീരാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നീ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്താറുണ്ടായിരുന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, റമളാനിനെ ആദരിക്കാനും സ്വാഗതം ചെയ്യാനും തന്റെ അനുയായികളോട് എത്ര വൈകാരികമായിട്ടാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടിരുന്നത് എന്ന കാര്യമാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖതബന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിരി യൗമിൻ മിൻ ശഅബാൻ. ശഅബാനിന്റെ അവസാനത്തെ ദിവസം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പ്രസംഗിച്ചു. ശഅബാൻ മാസം അവസാനിക്കുന്ന ദിവസം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ എല്ലാവരെയും വിളിച്ചു നബി തിരുമേനി ഞങ്ങളോട് ചില സാരോപദേശങ്ങൾ നൽകി. എന്തെല്ലാം കാര്യങ്ങളാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് എന്നതിനെ സംബന്ധിച്ച് ആ ദീർഘമായ ഹദീസിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. സൽമാനുൽ ഫാരിസി പറയുകയാണ്, യാ അയ്യുഹന്നാസ് ഖദ് അളല്ലക്കും ഷഹ്റുൻ അളീം ഷഹ്റുൻ മുബാറക്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, മഹത്തായ ഒരു മാസം ഇതാ സമാഗതമായിരിക്കുന്നു. അത് വളരെ അനുഗ്രഹീതമായ ഒരു മാസമാണ്. ഷഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ഷഹർ. ആ ഒരു മാസത്തിലെ ഒരൊറ്റ രാവിന് 1000 മാസങ്ങളെക്കാൾ പുണ്യമുണ്ട്. 1000 മാസങ്ങളെക്കാൾ പുണ്യകരമായ ഒരു രാവ് ഈ
പരിശുദ്ധ റമദാൻ മാസത്തിലുണ്ട്. ജഅലല്ലാഹു സിയാമഹു ഫരീളതൻ വഖിയാമ ലൈലിഹി തതവ്വുഅൻ. ആ മാസത്തിലെ നോമ്പെടുക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിരിക്കുന്നു. ആ മാസത്തിലെ രാവുകളിൽ നിന്ന് നമസ്കരിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തതവ്വുആയി നിശ്ചയിച്ചിരിക്കുന്നു. ഒരടിമ അല്ലാഹുവിന്റെ പുണ്യം നേടുന്നതിന് വേണ്ടി നിർബന്ധമായി അവൻ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾക്ക് പുറമേ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് തതവ്വുഅ് എന്ന് പറയുക. അവന്റെ സ്വന്തം താൽപര്യമനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പുണ്യം കൂടുതൽ ലഭിക്കാൻ വേണ്ടി അവനെ നിർബന്ധമാക്കാത്ത കാര്യം, എന്നാൽ അല്ലാഹുവിന്റെ പ്രീതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ഇബാദത്താണ്, ആരാധനാ കർമ്മമാണ് ഖിയാം റമളാൻ, റമളാനിലെ രാത്രി നമസ്കാരം എന്ന് പറയുന്നത്. മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈരി കാന കമൻ അദ്ദ ഫരീളതൻ ഫീമാ സിവാ. ആ റമളാൻ മാസത്തിലെ ഒരു നല്ല കാര്യം ചെയ്യുന്ന മനുഷ്യൻ, ഒരു പുണ്യകരമായ ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നിർബന്ധാക്കിയിട്ടൊന്നുമില്ല, പക്ഷേ അല്ലാഹുവിന് പ്രിയപ്പെട്ട കാര്യമാണ്, ദീനിൽ അഭിലഷണീയമായ കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കാര്യം ഈ റമളാൻ മാസത്തിൽ ഒരുത്തൻ ചെയ്യുകയാണ് എങ്കിൽ കാന കമൻ അദ്ദ ഫരീളതൻ ഫീമാ സിവാ, റമളാൻ അല്ലാത്ത മറ്റു കാലങ്ങളിൽ ഒരു ഫർള് അനുഷ്ഠിക്കുന്നതിന് തുല്യമായിരിക്കും അത്. വമൻ അദ്ദ ഫരീളതൻ ഫീഹി കാന കമൻ അദ്ദ 70 ഫരീളതൻ ഫീമാ സിവാ. അതേ അവസരത്തിൽ ഈ റമളാനിൽ നിർബന്ധമായ ഒരു കാര്യം ഒരാൾ അനുഷ്ഠിക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശ്വാസിക്ക് ഫർളാക്കിയ ഒരു കാര്യം ഈ റമളാനാകുന്ന പവിത്രമായ പുണ്യകരമായ അനുഗ്രഹീതമായ മാസത്തിൽ ഒരുത്തൻ നിർവഹിക്കുകയാണ് എങ്കിൽ അവൻ മറ്റു കാലങ്ങളിൽ നിർവഹിക്കുന്ന 70-ലേറെ നിർബന്ധ കാര്യങ്ങൾക്ക് തുല്യമായിരിക്കും അത് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചു. ദീർഘമായ ഹദീസിൽ വേറെയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ അസുലഭമായി മാത്രം ലഭിക്കുന്ന ഒരു സന്ദർഭമാണ് റമളാൻ എന്ന് പറയുന്നത്. ആ റമളാനിലെ നോമ്പനുഷ്ഠിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാസന്മാർക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. പരിശുദ്ധ ഖുർആനും അത് എടുത്തു പറഞ്ഞിരിക്കുന്നു. അതിലാർക്കും സംശയിക്കാൻ പറ്റുകയില്ല. അത് സംശയിക്കുന്നതോടുകൂടി അവൻ കാഫിറായി മാറും. അതാണ് ഇസ്ലാമിന്റെ വിധി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബില് വ്യക്തമായി പറഞ്ഞ ഒരു കാര്യം അത് അങ്ങനെ തന്നെയാണോ എന്ന് ഒരാൾ സംശയിക്കുന്നതോടുകൂടി അയാൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോകും. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകാല ജനസമൂഹങ്ങൾക്കും നിർബന്ധമാക്കിയ ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും അടിയുറച്ച് വിശ്വസിക്കുന്നത് പോലെ മനുഷ്യ സമൂഹത്തിന് അതിന്റെ 1-ാം തീയതി മുതൽ അല്ലാഹുവിന്റെ മാർഗദർശനം ലഭിച്ചിട്ടുണ്ട്. അത് അല്ലാഹു സ്വയം ഏറ്റ ഒരു ബാധ്യതയാണ്. ഇന്ന അലൈനാ ലൽ ഹുദ, മനുഷ്യന് ഹിദായത്ത് നൽകുക എന്നുള്ളത് അത് നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ ഈ ഭൂമിയിലേക്ക് അല്ലാഹു മനുഷ്യനെ തെരഞ്ഞെടുത്ത് അയക്കുമ്പോൾ, സൃഷ്ടിച്ച് അയക്കുമ്പോൾ അവൻ ഇവിടെ എങ്ങനെ ജീവിക്കണം എന്നുകൂടി മനുഷ്യനെ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു കൊടുക്കാനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ മനുഷ്യൻ തന്നെ അല്ലാഹുവിന്റെ ഒരു ദൂതൻ, ഒരു നബി എന്നുള്ള രൂപത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ആ നബിയുടെ സന്താനങ്ങളൊക്കെ ആ നബിയിൽ നിന്ന് സന്മാർഗം മനസ്സിലാക്കി. പിന്നീട് ഈ സന്മാർഗത്തിന്റെ ശരിയായ രൂപം അവ്യക്തമാവുകയോ അത് ജനസമൂഹങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസം നേരിടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനെ പ്രവാചകന്മാരെ നിർദ്ദേശിക്കുക, പ്രവാചകന്മാരെ നിയമിക്കുക, പ്രവാചകന്മാരെ നിയോഗിക്കുക, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച ഒരു രീതിയാണ്. ഇങ്ങനെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വിവിധ സമുദായങ്ങളിൽ വിവിധ പ്രവാചകന്മാർ വരികയും അവരെയെല്ലാം അല്ലാഹുവിന്റെ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഈ പ്രവാചകന്മാരെല്ലാം മനുഷ്യരോട് അവരെന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു.
ആ പഠിപ്പിച്ച കൂട്ടത്തിൽ വളരെ പ്രധാനമായി പറഞ്ഞ ആരാധനാകർമ്മങ്ങളിൽപ്പെട്ടതാണ് നമസ്കാരം, നോമ്പ്, അതുപോലെ തന്നെ സക്കാത്ത് എന്നൊക്കെ പറയുന്നത്. എല്ലാ പ്രവാചകന്മാരും അവരുടെ ജനസമൂഹങ്ങളെ സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞുപദേശിച്ചു, നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞുപദേശിച്ചു, നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞുപദേശിച്ചു. പക്ഷെ അതിന്റെ രീതികളും രൂപങ്ങളുമൊക്കെ വ്യത്യസ്ത സമൂഹങ്ങളിൽ വിവിധ രൂപത്തിലായിരിക്കുമെന്ന് മാത്രമേ മാറ്റമുള്ളൂ. അടിസ്ഥാനപരമായ ഇബാദത്തുകളെല്ലാം എല്ലാ പ്രവാചകന്മാരും കൽപ്പിച്ചിട്ടുണ്ട്. നമസ്കാരവും നോമ്പും സക്കാത്തും അത് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവിധ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സക്കാ, ഇസ്മായിൽ നബിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം തന്റെ സമൂഹത്തെ നമസ്കാരവും അതുപോലെ തന്നെ സക്കാത്തും അവരോട് അനുഷ്ഠിക്കാൻ കൽപ്പിക്കുമായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാം തൊട്ടിയിൽ കിടന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിന്റെ ദാസനാണ് ഞാൻ, ആ അള്ളാഹു എന്നെ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു, അവൻ നമസ്കാരം നിലനിർത്താനും സക്കാത്ത് കൊടുക്കാനും എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ തൊട്ടിയിൽ കിടക്കുന്ന ഈസാ നബി അലൈഹി സ്വലാം പറയുന്നത് പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോ എല്ലാ പ്രവാചകന്മാരും അടിസ്ഥാനപരമായി ഇബാദത്തുകളെ സംബന്ധിച്ച് തന്റെ സമൂഹങ്ങളെ ഉപദേശിക്കുമ്പോൾ നമസ്കാരം, നോമ്പ്, സക്കാത്ത് പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് അള്ളാഹിനെ സംബന്ധിച്ചുള്ള ബോധവും ഓർമ്മയും, അള്ളാഹുവിന്റെ ദാസനാണ് ഞാൻ, അവനിലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവനാണ്, അവന്റെ തൃപ്തി തേടേണ്ടവനാണ്, അവന്റെ പൊരുത്തവും അവന്റെ പ്രതിഫലവും ആഗ്രഹിക്കുന്നവനാണ്. ഈ ഒരു ബോധം നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി ഇതിനാണ് നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. റമളാൻ മാസം അതിനുവേണ്ടി തെരഞ്ഞെടുത്തു എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വ്യക്തമാക്കി. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസുംഹു. പരിശുദ്ധ ഖുർആൻ അവതീർണമാകുന്നതിന് വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത പ്രത്യേക മാസമാണ് റമളാൻ മാസം. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസുംഹു. ഈ മാസത്തിന് സാക്ഷികളാകുന്ന വ്യക്തികൾ, മുസ്ലിമീങ്ങൾ, മുഅ്മിനുകൾ, അവർ നോമ്പ് അനുഷ്ഠിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആജ്ഞാപിച്ചു. അപ്പോൾ ഈ നോമ്പ് എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീതമായ ഒരു ആരാധനാ കർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയതാണ്. ആ റമളാൻ മാസത്തിന് മറ്റുള്ള കാലങ്ങളിൽ ഇല്ലാത്ത പുണ്യവും പ്രാധാന്യവും കൽപ്പിച്ചത് അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ ഒരു സുവർണാവസരം തന്റെ ദാസന്മാർക്ക് നൽകുകയാണ്. കാരണം മനുഷ്യര് അവരെങ്ങനെയായാലും അവരിൽ നിന്ന് കുറവുകൾ സംഭവിക്കും, തെറ്റുകൾ സംഭവിക്കും, പിഴവുകൾ സംഭവിക്കും. ഇത് മനുഷ്യന്റെ ഒരു പ്രകൃതിയും സ്വഭാവവുമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുന്നതുമാണ്. മനുഷ്യരെ, നിങ്ങളാരും തന്നെ തെറ്റ് ചെയ്യാത്തവരായിരുന്നു എങ്കിൽ തെറ്റ് ചെയ്യുന്ന ഒരു വിഭാഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുമായിരുന്നു എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം. കാരണം മനുഷ്യനെ അല്ലാഹു ഈ ഭൂമിയിലേക്ക് നിയോഗിച്ച് അയച്ചത് മലക്കുകളായിട്ട് കൊണ്ടല്ല, മലക്കുകളുടെ പ്രകൃതിയോട് കൂടിയല്ല. അവരിൽ പലതരത്തിലുള്ള വിചാരങ്ങളും വികാരങ്ങളും അതുപോലെ തന്നെ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രേരണകളും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെയൊക്കെ അവൻ സംസ്കരിച്ച് എങ്ങനെ അവൻ അള്ളാഹുവിന്റെ പ്രീതി നേടിയെടുക്കുന്നു എന്നുള്ളതാണല്ലോ ജീവിതത്തിലെ പരീക്ഷണം. ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നവർക്കാണല്ലോ സ്വർഗം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോ ഈ മനുഷ്യൻ എല്ലാവരും മലായിക്കത്തിനെ പോലെയാണ് എങ്കിൽ ഇങ്ങനെ പ്രത്യേകമായ ഒരു വിഭാഗത്തെ സൃഷ്ടിക്കേണ്ടതില്ല. ഖാലൂ നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. മലക്കുകൾ പറഞ്ഞല്ലോ, മനുഷ്യരെ സൃഷ്ടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ തസ്ബീഹും അതുപോലെ തന്നെ തഖ്ദീസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നില്ല, അതിലൊക്കെ വല്ല കുറവുണ്ടോ എന്ന് ചോദിച്ചല്ലോ. അപ്പൊ അത് കുറവൊന്നും വരുത്തുന്നില്ല. മലക്കുകൾ അങ്ങനെ തന്നെയാണ്, അവരുടെ പ്രകൃതി അതാണ്. വേറെ വിഭാഗത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ വിഭാഗത്തിന് ചില പ്രത്യേകതകളുണ്ട്. അവർ മലക്കുകളിൽ നിന്ന് വ്യത്യസ്തരാണ്. അവര് സ്വന്തമായ ഇച്ഛകളുള്ളവരാണ്, സ്വന്തമായ സ്വാതന്ത്ര്യമുള്ളവരാണ്, സ്വന്തമായ കർമ്മത്തിനുള്ള ശക്തിയുള്ളവരാണ്. ആ ശക്തിയും സ്വാതന്ത്ര്യവും ഇച്ഛാശക്തിയും ഒക്കെ ഉള്ളതോടൊപ്പം അവൻ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് എത്ര കണ്ട് ജീവിക്കുന്നു, ആ പരീക്ഷണത്തിൽ അവൻ എത്ര കണ്ട് ജയിക്കുന്നു, ഇത് പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടിയാണ്, അനുഭവത്തിലൂടെ തെളിയിച്ചുകൊണ്ട് ആ സ്വർഗം നൽകുന്നതിന് വേണ്ടിയാണ്
ഈ മനുഷ്യ വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. അപ്പോൾ ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവനിൽ നിന്ന് വൈകല്യങ്ങൾ സംഭവിക്കും, തെറ്റുകൾ സംഭവിക്കും, പിഴവുകൾ സംഭവിക്കും. ആ പിഴവുകളും വൈകല്യങ്ങളും തെറ്റുകളും ഒക്കെ സംഭവിക്കുമ്പോൾ അവൻ അല്ലാഹുവിനെ ഓർമ്മ വരികയും അല്ലാഹുവിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. ഇതാണ് ഉത്തമരായ സജ്ജനങ്ങളുടെ അടയാളം. അതേ അവസരത്തിൽ തെറ്റിലൂടെയും അതുപോലെ കുറ്റങ്ങളിലൂടെയും ഒക്കെ വീണ്ടും മുന്നോട്ട് പോവുകയും പശ്ചാത്താപബോധമില്ലാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരുണ്ട്. അവരാണ് കുറ്റവാളികൾ, അവരാണ് ദുർജനങ്ങൾ, അവരാണ് പിശാചിന്റെ പാർട്ടി എന്ന് പറയുന്നത്, ഹിസ്ബുശ് ശൈത്താൻ. അപ്പൊ ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുന്ന, അവന്റെ പ്രീതി നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, അവന്റെ ദാസന്മാരായിട്ട് ജീവിക്കണം, ജീവിച്ചു മരിക്കണം എന്ന് തീരുമാനമെടുത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അവസരങ്ങൾ കൂടുതലായിട്ട് നൽകുകയാണ്. ആ അവസരങ്ങൾ അവരുടെ മുന്നിൽ വെച്ചു കൊടുക്കുക, ഒരു ചാൻസ് എന്നുള്ള രൂപത്തിൽ എപ്പോഴും തന്നെ മടങ്ങാൻ, എപ്പോഴും അല്ലാഹുവിലേക്ക് തിരിച്ചു വരാൻ കൂടുതൽ അനുകൂലമായ ചില സാഹചര്യങ്ങൾ അവന് സൃഷ്ടിക്കുകയാണ്. ആ സാഹചര്യങ്ങളിൽപ്പെട്ടതാണ് റമളാൻ എന്ന് പറയുന്നത്. അപ്പൊ ആ റമളാനിൽ മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം. നമ്മൾ സാധാരണ കച്ചവടക്കാരായ ആളുകൾക്ക് വേഗം മനസ്സിലാവും, കച്ചവടത്തിലൊക്കെ ചില സെയിൽസ് വെക്കാറുണ്ട്. സാധനങ്ങളൊക്കെ വേഗം വിറ്റഴിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ആളുകൾക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും അങ്ങനെ ഫാക്ടറിയുടെയും അതുപോലെ കച്ചവട സ്ഥാപനത്തിന്റെയും ഒക്കെ പരസ്യവും അതിന്റെ പേരും പ്രശസ്തിയും ഒക്കെ ജനങ്ങളിൽ പെട്ടെന്ന് വേരോടുന്നതിന് വേണ്ടിയുമൊക്കെ ഇങ്ങനെയുള്ള ചില ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് ചില സെയിൽസുകളും അതുപോലെ റിഡക്ഷൻ ഏർപ്പാടുകളുമൊക്കെ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ വിശ്വാസികളായ ദാസന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗം തിരഞ്ഞെടുക്കാൻ, നിരാശരാവാതെ കണ്ട് അല്ലാഹുവിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ചില സുവർണാവസരങ്ങൾ പ്രദാനം ചെയ്യുന്നു. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അതിക്രമങ്ങൾ പ്രവർത്തിച്ചവരായ ദാസന്മാർ, ആ ദാസന്മാരോട് പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാവണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളൊക്കെ പുറത്തു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം പൊറുക്കുന്നവനാണ്. അടിമയുടെ മനസ്സ് നന്നാവണം, അടിമയുടെ പ്രവർത്തനങ്ങൾ നന്നാവണം, അടിമക്ക് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം വേണം, അവനിലേക്ക് തിരിച്ചു ചെല്ലണം എന്നുള്ള വികാരം വേണം. അല്ലാഹുവിനെ സംബന്ധിച്ച് ബോധമില്ലാതെ, ഓർമ്മയില്ലാതെ തെറ്റുകളിൽ മുഴുകുകയും ഒരു തരത്തിലുള്ള പശ്ചാത്താപബോധവുമില്ലാതെ കണ്ട് ആ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് തന്നെ ഇങ്ങനെ കൂടുതൽ എടുത്തു ചാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അടിമ, അവൻ ദയ അർഹിക്കാത്തവനാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നൽകും. അത് അല്ലാഹുവിന്റെ കുറ്റമല്ല, അവന്റെ ദോഷം കൊണ്ടാണ്. അതേ സമയത്ത് അല്ലാഹുവിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ദാസന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചാൻസുകൾ കൂടുതൽ അവന്റെ മുന്നിൽ വെച്ചു കൊടുക്കുന്നു. ആ അവന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം നൽകുന്നു. അതിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഒരു ചിത്രീകരണമുണ്ട്. എന്റെ അടിമ എന്നിലേക്ക് ഒരു മുഴമാണ് അടുക്കുന്നതെങ്കിൽ ഞാൻ അവനിലേക്ക് ഒരു ചാണടുക്കും. അവൻ എന്റെ അടുത്തേക്ക് നടന്നാണ് വരുന്നത് എങ്കിൽ ഞാൻ അവന്റെ അടുത്തേക്ക് ഓടി വരും. ഇതൊക്കെ ഈ രീതിയിൽ ഉപമാരീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ റമളാൻ എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മഹത്തരമായ ഒരു സമയമാണ്, കാലഘട്ടമാണ്. അവന്റെ പാപങ്ങൾ പൊറുപ്പിക്കുന്നതിന് വേണ്ടി, അവന്റെ തെറ്റുകളിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റിക്കാർഡുകൾ മുഴുവൻ തന്നെ തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ടി, തെറ്റായ റിക്കാർഡുകൾ, തെറ്റുകുറ്റങ്ങൾ ചെയ്ത ന്യൂനതകളും വൈകല്യങ്ങളും നിറഞ്ഞ റിക്കാർഡുകളെ മുഴുവൻ തന്നെ തേച്ചുമാക്കുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു സുവർണാവസരമാണ് റമളാൻ. അതുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാൻ മാസത്തിൽ ആര് പശ്ചാത്താപ മനസ്സോടുകൂടിയും പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടും റമളാൻ മാസത്തിൽ നോമ്പെടുക്കുന്നുവോ, റമളാനിൽ നോമ്പെടുക്കുന്നുവോ, എന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞ പാപങ്ങളെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുന്നതാണ്. പാപങ്ങൾ മാപ്പാക്കി കൊടുക്കും. അവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് തിരിച്ചു വന്ന ദാസനായിക്കൊണ്ട് സ്വീകരിക്കും. അവന്റെ റിക്കാർഡുകളിൽ നിന്നുള്ള എല്ലാ കറകളും മാച്ചുകളയും.
അങ്ങനെ അള്ളാഹുവിന്റെ സ്വീകാര്യനായ ദാസനായിക്കൊണ്ട് അവൻ മാറും. ഇതാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ പൊരുൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ അബൂ ഉമാമ എന്ന് പറയുന്ന സഹാബി പറയുകയാണ്, അത്തൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. ഫഖുൽതു, എന്നിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു, മുർനി ബി അമലിൻ യുദ്ഖിൽനിൽ ജന്ന, മുർനി ബി അമലിൻ യുദ്ഖിൽനിൽ ജന്ന, സ്വർഗത്തിൽ പോവാൻ പറ്റുന്ന ഏറ്റവും നല്ല പണി എന്താണ് എന്ന് പ്രവാചകരെ ഒന്ന് പറഞ്ഞു തരിക. എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സഹായകമായ ഏറ്റവും നല്ല പ്രവർത്തനം എന്താണ് എന്ന് അങ്ങെനിക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഖാല അലൈക ബിസ്സൗം ഫഇന്നഹു ലാ ഇദ്ല ലഹ, അലൈക ബിസ്സൗം, നീ നോമ്പ് അനുഷ്ഠിക്കുക. ഫഇന്നഹു ലാ ഇദ്ല ലഹ, അതിന് തുല്യമായി വേറെ ഒന്നും തന്നെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വ്യക്തികളെയും പ്രത്യേകമായി നിരീക്ഷിക്കുകയും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുകയുമാണ് ചെയ്യുക. ചിലപ്പോൾ വേറൊരാള് വന്നുകൊണ്ട് തിരുമേനിയോട് ഇതേ ആവശ്യം ഉന്നയിക്കുമ്പോൾ ഇതേ മറുപടി ആയിക്കൊള്ളണമെന്നില്ല പറയുന്നത്, വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിരിക്കും അയാളോട് പറയുക. അങ്ങനെയും നമുക്ക് ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ഇതേ ആവശ്യം, സ്വർഗത്തിൽ പോകാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് കാണാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആളുകളെയും നിരീക്ഷിക്കുന്നു. അപ്പോൾ ആ ആളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രധാനം, അയാൾക്ക് ഏത് ഉപദേശമാണ് നൽകേണ്ടത് എന്നെല്ലാം പരിഗണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിർദ്ദേശങ്ങൾ നൽകുന്നത്. അപ്പോൾ ഈ അബൂ ഉമാമ എന്ന് പറയുന്ന സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലൈക ബിസ്സൗം, നോമ്പിന് പ്രാധാന്യം കൽപ്പിക്കുക, നോമ്പ് അനുഷ്ഠിക്കുക, ആ നോമ്പിന് തുല്യമായി വേറെ ഒന്നും തന്നെയില്ല എന്ന് അബൂ ഉമാമയോട് പറയുന്നു. വേറെ ഒരു സഹാബിയോട് പറയുന്നു, കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ല സിയാം ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യർ സാധാരണഗതിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അതിൽ പലതരത്തിലുള്ള പങ്കാളിത്തവും സാധ്യതയുണ്ട്. അള്ളാഹുവിനോടൊപ്പം വേറെ പല പങ്കാളിത്തവും അതിലുണ്ടാവാം. പല ആളുകൾക്കും ആ പ്രവർത്തനങ്ങൾ കാണാനും അതിനെ പകരമായിക്കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും നൽകാനും ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ ഒക്കെ മറ്റുള്ളവർക്ക് കൂടി പങ്കാളിത്തമുള്ള പ്രവർത്തനങ്ങളാണ് മറ്റെല്ലാ പ്രവർത്തനങ്ങളും നോമ്പൊഴികെ. പങ്കാളിത്തമുണ്ട് എന്ന് പറഞ്ഞാൽ ഉദാഹരണമായി ഒരാൾ നമസ്കരിക്കുന്നവനാണ്, അല്ലെങ്കിൽ ഒരാൾ ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമസ്കരിക്കുമ്പോഴും ഒക്കെ ഒരു മനുഷ്യൻ, മുഅ്മിനായ ഒരു മനുഷ്യൻ ഇഖ്ലാസോടുകൂടിയാണ് ആ കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹുവിന്റെ പുണ്യം കിട്ടണം, അള്ളാഹുവിന്റെ പ്രീതി ആർജിക്കണം എന്നത് തന്നെയായിരിക്കും അതിന്റെ പ്രചോദനം. പക്ഷെ അങ്ങനെയൊക്കെയാണ് എങ്കിലും ഒരുത്തൻ ദാനധർമ്മങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ദാനധർമ്മങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അയാളോട് കൂടുതൽ നന്ദി തോന്നുകയോ സ്നേഹം തോന്നുകയോ പ്രത്യുപകാരം ചെയ്യാനുള്ള മനസ്സ് തോന്നുകയോ ഒക്കെ ഉണ്ടാകും. ആളുകൾക്ക് അയാളെ സംബന്ധിച്ച് അയാൾ ഒരു നല്ല മനുഷ്യനാണ്, ഒരു ധർമ്മിഷ്ഠനാണ്, പാവങ്ങളെ സഹായിക്കുന്നവനാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു മനോഭാവം ഉണ്ടായിത്തീരുകയും അങ്ങനെയുള്ള ഒരു പരിഗണന സമൂഹത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യും. ഇത് അയാൾ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ചില ആളുകൾ അത് ഉദ്ദേശിക്കുക തന്നെ ചെയ്യും. അതോടുകൂടിയാണ് അയാളുടെ പ്രവർത്തനം ബാത്തിലായി പോകുന്നത്. പക്ഷെ ഉദ്ദേശമില്ലാത്ത ആളുകൾക്ക് തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിൽ ഉണ്ടാകുന്ന അലയൊലികളോ ഒക്കെ തന്നെ അയാൾക്ക് വേറെ രൂപത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അയാളുടെ ഈ പ്രവർത്തനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലത്തിന് പുറമെ ഇങ്ങനെ ആളുകളുടെ നല്ല അഭിപ്രായവും സമൂഹത്തിലുള്ള നല്ല സ്ഥാനവും നല്ല നിലവാരവും ബഹുമാനവും ആദരവും ഒക്കെ ആൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ ധാരാളമായി നമസ്കരിക്കുന്നവനാണ്, നമസ്കാരത്തിൽ വളരെ കൃത്യനിഷ്ഠയുള്ളവനാണെന്ന് വിചാരിക്കുക. അയാളുടെ നമസ്കാരം വേറുള്ള ആളുകളൊക്കെ കാണും. നമസ്കാരത്തിലുള്ള അയാളുടെ ചിട്ട മറ്റുള്ളവരുടെ ആദരവർഹിക്കും. മറ്റുള്ളവർ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഒരു ഇമേജ് കൊണ്ടു നടത്തും. ഇതൊക്കെ ആ വ്യക്തിക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട് ലഭിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്ത ഒന്നാണ് നോമ്പ് എന്ന് പറയുന്നത്. കാരണം നോമ്പ് മറ്റുള്ളവരെ കാണിക്കാനോ മറ്റുള്ളവരെ നോമ്പുകാരനാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഇയാൾക്ക് നോമ്പുകാരനല്ലാതെ ജീവിക്കാം. അപ്പൊ അത് യഥാർത്ഥത്തിൽ സൂക്ഷ്മമായി അള്ളാഹുവും ഈ അടിമയും മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് അതിൽ പങ്കാളി, വേറെ
പങ്കില്ല, അവന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്ന് പറയാൻ കാരണം. അപ്പൊ അതിന് ആ രൂപത്തിൽ തന്നെ കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ നോമ്പ്, ഒരു മാസത്തെ നോമ്പ് നിർബന്ധമാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റു തരത്തിലുള്ള പ്രയാസങ്ങളോ അല്ലെങ്കിൽ ശറഅ നിശ്ചയിച്ചതായ ഉദുറുകളോ ഇല്ല എങ്കിൽ നോമ്പ് അനുഷ്ഠിക്കാതിരിക്കാൻ ഒരു നിലക്കുള്ള അവകാശവും അയാൾക്കില്ല. ഇസ്ലാമിൽ അതിന് ഒരു പഴുത് തന്നെയില്ല. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, മൻ അഫ്തറ യൗമൻ മിൻ റമളാന ഫീ ഗൈരി റുഖ്സത്തിൻ റഖസഹ അല്ലാഹു ലഹു ലം യഖ്ലി അൻഹു സിയാമുദ് ദഹ്രി വഇൻ സാമഹു. മൻ അഫ്തറ യൗമൻ മിൻ റമളാൻ, റമളാനിലെ ഒരു ദിവസം ഒരാള് മിൻ ഗൈരി റുഖ്സത്തിൻ റഖസഹ അല്ലാഹു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നൽകിയ ഒരു വിടുതി, ഒരു ന്യായമായ ഒരു കാരണത്തിന്റെ പേരിലല്ലാതെ റമളാൻ മാസത്തിലെ ഒരു ദിവസത്തെ നോമ്പ് ഒരാൾ ഒഴിവാക്കിയാൽ ലം യഖ്ലി അൻഹു സിയാമുദ് ദഹർ, കാലാകാലം നോമ്പ് അയാൾ അനുഷ്ഠിച്ചാലും അതിന് പകരമാവുകയില്ല. വൈൻ സാമഹു, അയാൾ അങ്ങനെ നിരന്തരം നോമ്പെടുത്താൽ പോലും അകാലമായി റമളാനിൽ ഒഴിവാക്കിയ ഒരു നോമ്പിന് അത് പകരമാവുകയില്ല. അപ്പോൾ ആ റമളാനിലെ നോമ്പ് നിർബന്ധമായും അയാൾ അനുഷ്ഠിക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഫർളാക്കിയ ഒരു കാര്യമാണ്. അതിന്റെ പുണ്യം അത് അപാരമാണ്. അതിന് വേറെ ഒന്നും തന്നെ പകരമാവുകയില്ല. റമളാനിലെ ഒരു മാസത്തെ നോമ്പിന് പകരം വേറെ ഒരാള് അകാരണമായി റമളാനിൽ നോമ്പുപേക്ഷിക്കുകയും വേറെ മാസങ്ങൾ 2 or 3 മാസം നോമ്പനുഷ്ഠിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ പോലും റമളാനിന് പകരമാവുകയില്ല. കാരണം അടിസ്ഥാനപരമായിട്ട് ഇതില് ഈ വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അവന്റെ ജീവിതത്തെ അള്ളാഹ്ക്ക് സമർപ്പിക്കാൻ തയ്യാറുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അള്ളാഹുവിന്റെ പരീക്ഷണം. അതാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചിരിക്കുന്നു, ഇന്ന ദിവസങ്ങളിൽ നോമ്പ്, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ നോമ്പ്. ആ സമയത്തിനുള്ളിൽ അയാൾ നോമ്പ് അനുഷ്ഠിക്കണം, എങ്കിൽ മാത്രമേ അത് നോമ്പായി തീരുകയുള്ളൂ. അള്ളാഹു സ്വീകാര്യ ഒരു അമലായിട്ട് അയാൾ തീരുകയുള്ളൂ. ഒരാള് രാവും പകലുമൊക്കെ നോമ്പെടുക്കുകയാണെന്ന് വിചാരിക്കുക, അത് സ്വീകാര്യമായ നോമ്പല്ല. അവൻ ഇന്ന സമയം മുതൽ നോമ്പെടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. കുലൂ വശ്റബൂ ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്തോളൂ, അതിനൊക്കെ നിങ്ങൾക്ക് രാത്രി സമയങ്ങളിൽ അനുവാദമുണ്ട്, പ്രഭാതോദയം വരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. പ്രഭാതോദയം, ഫജ്ർ, സാധാരണ നമ്മൾ സുബഹിന്റെ സമയം, ആ ഫജ്ർ വരെ നിങ്ങൾക്ക് തിന്നാം, അത് മുതൽ നിങ്ങൾ തിന്നാൻ പാടില്ല. അതാണ് നിങ്ങളുടെ കട്ട് ഓഫ് സമയം. ആ സമയമായി കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് ഉറൂബ് വരെയുള്ള സമയങ്ങളിൽ ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുക എന്നുള്ള നിർദ്ദേശമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രത്യേകമായ ഈ സമയത്തിന്റെ ഉള്ളിൽ തന്നെ ആ വ്രതം അനുഷ്ഠിക്കണം. ഒരാൾ പകല് നോമ്പനുഷ്ഠിക്കാതെ രാത്രിയാണ് ഞാൻ നോമ്പനുഷ്ഠിക്കുന്നത്, അല്ലെങ്കിൽ രാവും പകലും കൂടി എനിക്ക് രാത്രി നോമ്പ് 24 മണിക്കൂറുമാണ് ഞാൻ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് വെക്കാൻ അയാൾക്ക് പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം എന്തോ അതേപോലെ ആ കാര്യങ്ങൾ അവൻ അനുഷ്ഠിക്കണം. അപ്പോഴാണ് അത് അള്ളാഹുവിന് വേണ്ടി നിർവഹിച്ച, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കർമ്മമായി തീരുകയുള്ളൂ. അപ്പൊ അത് മാത്രമേ ഒരു അടിമക്ക്, ഒരു ദാസന്, ഞാൻ എന്റെ ഉടമ യജമാനൻ എന്താണ് എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് അത് അപ്പടി അനുസരിക്കുന്നവനാണ് എന്ന ബോധമുണ്ടാവുകയുള്ളൂ. അവൻ എന്നോട് പറയുമ്പോൾ ഞാൻ ആഹാരം കഴിക്കും. അവൻ പാടില്ല എന്ന് എന്നോട് കൽപ്പിച്ചാൽ ഞാൻ ആഹാരം കഴിക്കുകയില്ല. എന്നോട് കൽപ്പിക്കാനും നിരോധിക്കാനുമൊക്കെയുള്ള പൂർണ്ണമായ അധികാരം ആ പടച്ച തമ്പുരാന് മാത്രമാണ്. അവൻ പറഞ്ഞാൽ പിന്നെ അതിനൊരു എതിർവാക്ക് എന്റെ ഭാഗത്തു നിന്നില്ല, അതിന്റെ അപ്പുറം പ്രവർത്തിക്കുന്ന ഒരു നിലപാട് എനിക്കില്ല എന്ന് ഒരു സത്യവിശ്വാസി അവന്റെ പ്രവർത്തനത്തിലൂടെ തെളിയിക്കുകയാണ് ഈ റമളാനിൽ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ ദീർഘമായ പ്രഭാഷണത്തിൽ പറഞ്ഞു, വഹുവ ശഹ്റുസ് സൗം വഹുവ ശഹ്റുസ് സബ്ർ, നോമ്പ് എന്ന് പറയുന്നത് ക്ഷമയുടെ മാസമാണ്. മനുഷ്യൻ അവന്റെ ജഡികമായ വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്.
ഇതിലാണ് പല ആളുകളും പരാജയപ്പെടുന്നത്. സാധാരണ നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് കൽപ്പിച്ചാൽ ആ കാര്യങ്ങൾ ചെയ്യാൻ പല ആളുകൾക്കും പ്രയാസമുണ്ടാവുകയില്ല. ഇന്ന് മിക്കവാറും മുസ്ലിമീങ്ങളായിക്കൊണ്ട് അറിയപ്പെടുന്ന ആളുകൾ ഈ കാര്യങ്ങളിൽ കുറെയൊക്കെ അവരുടെ ബാധ്യത നിറവേറ്റും. നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ നിസ്കരിക്കും, നോമ്പെടുക്കണം എന്ന് പറയുമ്പോൾ നോമ്പെടുക്കും, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ സക്കാത്ത് കൊടുത്തു എന്ന് വരും. അതുപോലെ ചെയ്യണം, ഹജ്ജ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഹജ്ജ് ചെയ്യും. പക്ഷെ അതേ അവസരത്തിൽ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, പാടില്ല എന്നുള്ള മൻഹിയാത്ത്, നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ, അത് പാലിക്കുന്നതിലാണ് മിക്കപ്പോഴും മനുഷ്യന് വീഴ്ചകൾ സംഭവിക്കുന്നത്, കുറവുകൾ സംഭവിക്കുന്നത്. അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ അതിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പ്രയാസകരമാണ്. ഇവിടെയാണ് സബ്ർ എന്ന് പറയുന്നതിന്റെ പ്രസക്തി ഉണ്ടായിത്തീരുന്നത്. നമ്മോട് വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെയും ഇച്ഛയെയും വികാരങ്ങളെയും തളച്ചിടുക, നിയന്ത്രിക്കുക എന്നുള്ളതാണ് സബ്ർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സബ്റിന്റെ മാസമാണ് റമളാൻ മാസം. ആഹാരം കഴിക്കാൻ നമ്മുടെ മനസ്സിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും, പക്ഷെ ആഹാരം കഴിക്കാൻ പാടില്ല, നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ആ ആഹാരത്തിൽ നിന്ന് വെടിഞ്ഞു നിൽക്കണം. അതുപോലെ തന്നെ ഗീബത്തുകൾ, നമീമത്തുകൾ, അതുപോലെയുള്ള പല കാര്യങ്ങളും പറയാൻ നമ്മുടെ നാവും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളുമൊക്കെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പാടില്ല, അള്ളാഹു വിലക്കിയിരിക്കുന്നു. ദേഷ്യപ്പെട്ടുകൊണ്ട് മറ്റവനെ ദ്രോഹിക്കാൻ വേണ്ടി പല സന്ദർഭത്തിലും നമ്മുടെ കയ്യും കാലുമൊക്കെ ചലനത്തിൽ ഏർപ്പെട്ടു എന്ന് വരാം. പക്ഷെ പാടില്ല, നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ അവന്റെ ശരീരത്തെയും അവന്റെ ഇച്ഛയെയും അവന്റെ അവയവങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുക, ഇതിന്റെ ഒരു മാസമാണ്. ഇതിന്റെ ഒരു നിരന്തരമായ ഒരു പരീക്ഷണ പ്രക്രിയയാണ് ഈ റമളാനിൽ നടക്കുന്നത്. അതുകൊണ്ട് അത് ഷഹ്റു സബ്റാൻ, അസ്സബ്റു സവാബുൽ ജന്ന. ഒരു മനുഷ്യൻ ശരിയായ നിലയ്ക്ക് സബ്ർ പാലിക്കുകയാണ് എങ്കിൽ, നിയന്ത്രണങ്ങൾ പാലിക്കുകയാണ് എങ്കിൽ, പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടകന്നു നിൽക്കുകയാണ് എങ്കിൽ സ്വർഗമാണ് അവന് പ്രതിഫലം. വശഹറുൽ മുവാസാത്ത്, അതുപോലെ തന്നെ അത് മറ്റുള്ളവരോട് അനുകമ്പയും ദയയും കാരുണ്യവുമൊക്കെ കാണിക്കേണ്ട ഒരു മാസമാണ്. വശഹറുൽ നിസാദു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ റിസ്ഖ്, അവന്റെ ആഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന മാസമാണത്. മൻ ഫത്തറ ഫീഹി സായിമൻ കാന ലഹു മഗ്ഫിറത്തൻ ലിദുനൂബിഹി വഇത്ഖ റഖബതിഹി മിനൻ നാർ. ഒരാൾ നോമ്പുകാരനായ ഒരാളെ നോമ്പ് തുറപ്പിക്കുകയാണ് എങ്കിൽ അത് അവന്റെ പാപങ്ങൾക്ക് ഉള്ള പശ്ചാത്താപവും അവന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനും സഹായകമാകുന്ന പ്രവർത്തനമാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് നോമ്പ് തുറപ്പിക്കുക. നോമ്പുകാരായ ആളുകൾക്ക്, പ്രത്യേകിച്ചും അഗതികളും പാവപ്പെട്ടവരും ദരിദ്രരും ഒക്കെ ആയ വിഭാഗങ്ങൾ, ഈ വിഭാഗങ്ങളെ പ്രത്യേകിച്ച്, പൊതുവെ നോമ്പ് തുറപ്പിക്കുക എന്നത് മുഴുവൻ തന്നെ പുണ്യകരമായ ഒരു കാര്യമാണ്. പക്ഷെ ഇങ്ങനെയുള്ള വിഭാഗങ്ങളെ പ്രത്യേകമായിട്ട് നോമ്പ് തുറപ്പിക്കുമ്പോൾ അതിന് പ്രത്യേകം പുണ്യം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യുകയാണ്. വകാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻതഖിസ മിൻ അജ്രിഹി ഷൈഉൻ. ആ നോമ്പുകാരന്റെ പുണ്യത്തിൽ നിന്ന് ഒന്നും തന്നെ കുറയാതെ നോമ്പ് തുറപ്പിക്കുന്നവനും അവന്റെ പുണ്യത്തോട് തുല്യമായ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കൊല്ല, അപ്പോൾ സഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ലൈസ കുല്ലുനാ നജിദു മാ നുഫ്തിറു ബിഹി സായിം, ഞങ്ങൾക്ക് എല്ലാവർക്കും നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കാൻ കഴിയില്ലല്ലോ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പട്ടിണിക്കാരും പാവപ്പെട്ടവരും അതുപോലെ തന്നെ സ്വന്തം നോമ്പ് തുറക്കാൻ തന്നെ വകയില്ലാത്തവരുമായ ആളുകളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അവരെന്താ ചെയ്യുക? നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കുന്നതിന് ഇത്രയേറെ പുണ്യമുണ്ട് എങ്കിൽ ഇത് ഈ സാധുക്കളായ ഞങ്ങൾക്ക് മുഴുവൻ അതിന്റെ പുണ്യം കിട്ടുകയില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടി നൽകി, യൗതില്ലാഹു ഹാദ സവാബ മൻ ഫത്തറ സായിമൻ അലാ മദഖത്തി ലബനിൻ ഔ തംറത്തിൻ ഔ ശർബത്തിൻ മിൻ മാഇൻ. ഈ പ്രതിഫലം വലിയ സദ്യ ഒരുക്കി കൊടുക്കുന്നവർക്ക് മാത്രമുള്ളതല്ല. ഈ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗ്ലാസ് പാല് കൊടുത്തുകൊണ്ട് നോമ്പ് തുറപ്പിക്കുന്നവൻ, നോമ്പ് തുറക്കുന്നവന് സൗകര്യകരമായ രീതിയിൽ വെള്ളം ഉണ്ടാക്കി കൊടുക്കുന്നവന്, അതുപോലെ തന്നെ കാരക്ക അല്ലെങ്കിൽ ഈത്തപ്പഴം
നോമ്പ് തുറക്കാൻ വേണ്ടി സജ്ജീകരിച്ചു കൊടുക്കുന്നവനും, ഇങ്ങനെ ഏറ്റവും ചെറിയ തോതിൽ ഇതിൽ പങ്കാളിത്തം വഹിക്കുന്നവർക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രതിഫലം നൽകുന്നതാണ്. വമൻ അശ്ബഅ സായിമൻ സഖാഹു അല്ലാഹു മിൻ ഹൗലി, നോമ്പുകാരനായ ഒരാൾക്ക് വയറ് നിറച്ച് ആഹാരം കൊടുക്കുന്നവന് നാളെ പരലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഹൗലുൽ കൗസറിൽ നിന്ന് കുടിപ്പിക്കുന്നതാണ്. ശർബത്തൻ ലാ യദ്മഉ ഹത്താ യദ്ഖുലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതുവരെ പിന്നീട് ഒരിക്കലും ദാഹം അനുഭവപ്പെടാത്ത രീതിയിലുള്ള പാനീയം എന്റെ ഹൗലുൽ കൗസറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കുടിപ്പിക്കുന്നവനാണ് എന്നെല്ലാം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നോമ്പിനെ സംബന്ധിച്ച്, അതിന്റെ മഹത്വത്തെ സംബന്ധിച്ച് വെളിപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇത് നിർബന്ധമായ ഒരു നോമ്പാണ് എന്നും അകാരണമായി അത് കൈയൊഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിട്ടുവീഴ്ചയില്ല എന്നും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്, പഠിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു മഹത്തായ സന്ദർഭമാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ഇപ്പോഴത്തെ നമ്മുടെ കണക്കനുസരിച്ചുകൊണ്ടും അതുപോലെ പ്രസ്താവനകളിൽ നിന്നും മനസ്സിലാകുന്നത് അടുത്ത തിങ്കളാഴ്ച റമദാൻ 1 ആയിരിക്കും എന്നാണ്. അപ്പോൾ നമുക്ക് സമാഗതമാകുന്നതും ലഭിക്കുന്നതും ഇങ്ങനെയുള്ള ഒരു സുവർണാവസരമാണ്. ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തുവാനും പാഴാക്കിക്കളയാതിരിക്കാനും നാം എല്ലാവരും പരമാവധി പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ.